ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ചന്ദ്രയുടെ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. സച്ചി ശ്രുതിയെ സംശയിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട് ശ്രുതിയോട്, എന്തായാലും എന്താ ഇതിനുള്ള കാരണങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ശ്രുതി എന്തായാലും ഒന്ന് പേടിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ സച്ചി രേവതിയോട് അടുക്കളയിൽ വെച്ച് പറയും ചെയ്യുന്നുണ്ട്, അതെ പൗഡർ ഏട്ടത്തിക്ക് എന്താണെന്നറിയോ ഒരു മാറ്റം എന്ന് പറയുന്നത്. എന്തായാലും കുഞ്ഞുങ്ങളോട് ആദ്യം ഒരുപാട് സ്നേഹിക്കുന്നതിന് കാരണം വേറൊന്നുമല്ല, കുഞ്ഞുങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങുകയാണ് പൗഡർ ഏട്ടത്തിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ വേണമെന്ന് പൗഡർ ഏട്ടത്തിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ പറയുകയാണ്. അത് അവിടെ നിന്ന് ശ്രുതി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വരുമ്പോൾ അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് ആശ്വാസമാവുകയാണ്. സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അവൻ അങ്ങനെയല്ലേ തെറ്റിദ്ധരിച്ചുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് ശ്രുതി അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ ഒരു കാര്യം ഇവർ ഈ പറയുന്ന കാര്യം ശ്രുതിയും കേൾക്കുകയാണ്. ശ്രുതി ആണെങ്കിൽ ശ്രുതിയുടെ അരികിൽ റൊമാൻസുമായിട്ട് വരികയാണ്. അങ്ങനെ ഒരു ആഗ്രഹം ശ്രുതിക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, നമുക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ ശ്രുതിക്ക് ഇപ്പം ജോലിയുണ്ട്, എനിക്കിപ്പോൾ ബിസിനസ്സും തുടങ്ങിയില്ലേ, പിന്നെ ഇപ്പം നമ്മൾക്കിപ്പോൾ എന്താ, ആദ്യം എനിക്കൊരു ജോലി ഇല്ലാത്തതായിരുന്നു എൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് റൊമാൻസിൽ തോന്നുന്നത് ദേഷ്യത്തിൽ നോക്കുന്നത് പോലെയാണല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ, തന്നെയാണ് ഞാൻ നോക്കിയതെന്ന് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല, നിങ്ങളുടെ അനിയൻ ഓരോ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ആഗ്രഹം അതൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. ആദ്യം പോയി ആ ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കി, എന്നിട്ട് മതി അതൊക്കെ എന്നും പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ശ്രുതിയുടെ അരികിൽ നിന്നും പോകുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നമ്മുടെ ശ്രുതി പൂജാമുറിയിൽ കയറിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു കുറി നെറ്റിയിൽ തൊടുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു തരി ചന്ദനം എടുത്ത് കയ്യിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വേഗം തന്നെ ആദിയുടെ അരികിൽ ചെന്ന് റൂമിലേക്ക് കയറി റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ട് ആദിയുടെ നെറ്റിയിൽ സിന്ദൂരം തൊടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അതിരാവിലെ തന്നെ അവർ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവർ പോകാൻ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകും, ഇന്നാണ് കണ്ണിൻ്റെ കെട്ടഴിക്കണമെന്ന് പറഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആദിയെ സ്നേഹിക്കുന്നുണ്ട്. ആദി ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്ന് ഞങ്ങളെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായും മോൻ്റെ കൂടെ വരില്ല, പക്ഷെ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, വിമല പറയുകയാണ്, അതെ എന്തിനാ മോളെ നീ പറ്റാത്ത ആഗ്രഹങ്ങൾ മോന് കൊടുത്തിട്ട് ആഗ്രഹിപ്പിക്കുന്നത്, നിനക്ക് പറ്റുന്ന കാര്യം പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും വരും അമ്മ എന്തായാലും പോകാൻ നോക്ക് എന്ന് പറയാണ്. ആ സച്ചിൻ രേവതി ഇപ്പോൾ ഒരുങ്ങി ഇങ്ങോട്ട് വരും, ഞാൻ അപ്പത്തിന് അങ്ങോട്ട് പോട്ടേട്ടാ എന്നും പറഞ്ഞ് വാതിലും തുറന്ന് വേഗം അവിടെ ചെന്നിക്കാണ്. അപ്പോഴാണ് ചന്ദ്ര അവിടേക്ക് ശ്രുതി എന്ന് വിളിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശ്രുതി ഒന്ന് പേടിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തായി, അവർ പോവാൻ റെഡി ആയില്ലേ, പോയോ അവരിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഓ ശല്യങ്ങൾ ഇന്നത്തോടി പോകുമല്ലോ, സമാധാനായി, 2 ദിവസം ആയി, ഇപ്പൊ മനുഷ്യനൊരു സ്വസ്ഥത ഇല്ലാതെ, നീയല്ലേ പറഞ്ഞത് മര്യാദക്ക് അവരിവിടെ നിന്ന് ഒഴിവാക്കാൻ, എന്നിട്ട് നിനക്കും പറ്റിയില്ല. അങ്ങനെ വിമലയും ആദ്യം കൂടിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വരികയാണ്. ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങാന്ന് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, ഇനി ഈ ഭാഗത്തേക്ക് വന്നു പോകരുത്, വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നു പോകരുത്, ഇവിടെ മന്ദിരമൊന്നും, ഇവിടെ ആരും അഗതി മന്ദിരമൊന്നും ഇവിടെ അതൊന്നല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട, ഇനി എന്തുണ്ടായാലും ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇല്ല വരില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴായിരിക്കും സച്ചിൻ രേവതി ഒരുങ്ങി അവിടേക്ക് വരുന്നത്. നമുക്ക് പോവാം, ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ പോവാം ആൻറ്റി എന്നിങ്ങനെ മറുപടി ആദ്യം പറയുന്നുണ്ട്. അതെ പോകുന്നതൊക്കെ കൊള്ളാം, പിന്നെ ഇതുപോലുള്ള ഓരോ ഐറ്റംസിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇത് ആശുപത്രിയിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ചന്ദ്ര മറുപടി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താ അങ്ങനെ പറയാൻ കാരണം, ഇവരിവിടെ നിന്നതുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടായത്, അമ്മ എന്തിനാ ഇവർ ഏതു നേരം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കുറ്റം പറയുകയാണ് ചന്ദ്രയെ. അതേ സമയത്ത് തൻ്റെ മകന് വേണ്ടി വാദിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം മനസ്സിൽ തോന്നുന്നുണ്ട് ശ്രുതിക്ക്. അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്, എവിടെ കിടന്ന് വളർന്നതാണ്, അമ്മയില്ലാതെ വളർന്നതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോൾ ആൻറ്റി എന്ന് വിളിക്കുകയാണ് നമ്മുടെ ശ്രുതി. എന്താ ശ്രുതി എന്നിങ്ങനെ തിരികെ ചോദിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് കൊച്ചുകുട്ടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടി, നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടാൻ നിൽക്കണം, നീയല്ലേ പറഞ്ഞത് ഇവരെ സ്നേഹത്തോടു കൂടി ഇവിടെ നിന്ന് നാട് കടത്താൻ, ഈ വീട്ടിൽ നിന്നും തുരത്താൻ നിൽക്കുക, എന്നിട്ട് നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ,
പിന്നെ നീ എന്തിനത് പറയണേന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെ സംശയം നേരാണെന്ന് അവനങ്ങ് വിശ്വസിക്കുകയാണ്. അവൻ പറയുന്നുണ്ട് അത് ശരി, അതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ ആദിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അതുപോലെ അവനെ സ്നേഹിക്കുക അവന്റെ അരികിലൊക്കെ ചെന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. നിങ്ങൾ വിഷം പുരട്ടിയിട്ടായിരുന്നില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, മനസ്സിൽ മുഴുവൻ വിഷമായിരുന്നില്ലേ, ഇപ്പൊ മനസ്സിലായിട്ടായി ഇങ്ങനെ പറഞ്ഞിട്ട് വാ ആന്റി നമുക്ക് പോകാം എന്നും പറഞ്ഞ് അങ്ങനെ അവരവിടെയൊന്നും പോകുന്നുണ്ട്. അങ്ങനെ അവിടെയൊന്നും പോകുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ കണ്ണൊന്ന് നിറയുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത്. ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തായി അവർ പോയോ എന്ന് ചോദിക്കുകയാണ്. ആ പോയി എന്ന് പറയുന്നുണ്ട്. ഓ സമാധാനമായി, 2 ദിവസമായി ഒന്ന് കണ്ണ് ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്, ശല്യങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ കാണുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി, നിന്റെ കണ്ണിൽ എന്ത് പറ്റി, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല കരട് പോയതാണെന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഊതി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ഓ സമാധാനമായി, 2 ദിവസമായിട്ടൊരു ശല്യങ്ങളായിരുന്നു, അപ്പം നീയല്ലേ പറഞ്ഞത് അവരിവിടെ നിൽക്കുന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ല നീയല്ലേ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുകയാണ് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരു പരിചയക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാം എന്ന് നമ്മൾ വിളിക്കുക, അത് ഫോർമാലിറ്റിക്ക് വിളിക്കുന്നതാണ്. അവരത് വേണ്ട എന്ന് പറയുന്നത് അവരുടെ മര്യാദ. ഇത് അതുപോലെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പക്ഷെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ വന്നങ്ങനെ ഇതായി. പിന്നെ ഇവിടെ അവർക്ക് സ്വർഗം പോലെയല്ലായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ അന്ന് പോയപ്പോൾ അവർക്ക് വീട്ടിൽ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല, ഒരു ഫാൻ പോലും അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല, ചെറിയൊരു വീടായിരുന്നു. ഇവിടെയാണെങ്കിൽ അവർക്ക് AC മുറിയും അതുപോലെ ബെഡും എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഈ മുറിയിൽ 2 ദിവസം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവരിവിടുന്ന് പോകാതെ കടിച്ചു പിടിച്ച് നിന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. ശ്രുതി പറയുന്നുണ്ട് ശ്രുതി മതി നിർത്ത്, നീയൊക്കെ ഇപ്പോൾ AC-യിലല്ലല്ലോ നീയൊക്കെ ജനിച്ച് വളർന്നത്, ജനിച്ചപ്പോൾ തുടങ്ങി AC ഒന്നുമല്ലല്ലോ, ഈ വീട് എന്താ വലിയ കൊട്ടാരം വല്ലതുമാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. അവരൊരു പാവപ്പെട്ട സ്ത്രീയും ഒരു കുഞ്ഞും, അവരിപ്പോൾ ഇവിടെ നിർത്തുന്നതിന് ശ്രുതിക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അതിന് നീ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, നിന്റെ ബന്ധുക്കളൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, നിന്റെ വർത്താനം കേട്ട് അങ്ങനെ തോന്നുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വീട് ഇനി അതിനെപ്പറ്റി നമ്മളെ ഇടയിൽ സംസാരം ആവണ്ട എന്നും പറഞ്ഞ് നീ വായോ വരാൻ നോക്ക് നമുക്ക് ഒന്നിച്ച് ഷോപ്പിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ഞാനില്ല, ശ്രുതി പൊക്കോ, ഞാൻ എന്തായാലും പാർലറിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ബാഗും എടുത്ത് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ശ്രുതി ആലോചിക്കുന്നുണ്ട് ഇവൾക്ക് ഇതെന്താ പറ്റിയതെന്ന് ആലോചിക്കാണ്. എന്തായാലും നമ്മുടെ ആദിയുടെ അരികിലേക്കായിട്ട് ശ്രുതി എത്തുന്നുണ്ട്. അത് എങ്ങനെയാണ് ഏത് പ്രകാരമാണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.